എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ മണ്ണിനങ്ങൾ എന്ന ടോപ്പിക്കിൽ തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയിൽ മണ്ണിൻ്റെ നാശത്തിനുള്ള പ്രധാന കാരണം. ഇന്ത്യയിൽ മണ്ണിൻ്റെ നാശത്തിനുള്ള പ്രധാന കാരണം മണ്ണിൻ്റെ അപചയം. ഇന്ത്യയിൽ മണ്ണിൻ്റെ നാശത്തിനുള്ള പ്രധാന കാരണം എന്താണ്? മണ്ണിൻ്റെ അപചയമാണ്. മണ്ണൊലിപ്പിനുള്ള പ്രധാന കാരണം. മണ്ണൊലിപ്പിനുള്ള പ്രധാന കാരണം വനനശീകരണം. മണ്ണൊലിപ്പിനുള്ള പ്രധാന കാരണം വനനശീകരണം. മണ്ണിൻ്റെ നാശത്തിനുള്ള പ്രധാന കാരണം മണ്ണിൻ്റെ അപചയം. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്ന ദിവസം. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്ന ദിവസം ഡിസംബർ 5. ലോക മണ്ണ് ദിനം ഡിസംബർ 5. ഒന്നുകൂടി. ഇന്ത്യയിൽ മണ്ണിൻ്റെ നാശത്തിനുള്ള പ്രധാന കാരണം മണ്ണിൻ്റെ അപചയം. മണ്ണൊലിപ്പിനുള്ള പ്രധാന കാരണം വനനശീകരണം. ലോക മണ്ണ് ദിനം ഡിസംബർ 5. അടുത്തത്, മണ്ണ് രൂപപ്പെടുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്ത്? മണ്ണ് രൂപപ്പെടുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് പെഡോജെനിസിസ്. പെഡോജെനിസിസ്. മണ്ണ് രൂപപ്പെടുന്ന പ്രക്രിയ പെഡോജെനിസിസ്. അന്താരാഷ്ട്ര മണ്ണ് വർഷമായി പ്രഖ്യാപിച്ച വർഷം. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര മണ്ണ് വർഷമായി പ്രഖ്യാപിച്ച വർഷം 2015. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് പ്രഖ്യാപിച്ച വർഷം 2015. എക്കൽ മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ സ്ഥലങ്ങൾ. എക്കൽ മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ സ്ഥലങ്ങൾ ആലപ്പുഴ, കൊല്ലം. എക്കൽ മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ സ്ഥലങ്ങളാണ് ആലപ്പുഴയും കൊല്ലവും. ഒന്നുകൂടി. മണ്ണ് രൂപപ്പെടുന്ന പ്രക്രിയ പെഡോജെനിസിസ്. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര മണ്ണ് വർഷമായി പ്രഖ്യാപിച്ച വർഷം 2015. എക്കൽ മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ സ്ഥലങ്ങളാണ് ആലപ്പുഴ, കൊല്ലം എന്നിവ. അടുത്തത്, കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണിൻ്റെ pH മൂല്യം എത്ര? കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണിൻ്റെ pH മൂല്യം എത്ര? 6 മുതൽ 7.5 വരെ. 6 മുതൽ 7.5 വരെ. കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണിൻ്റെ pH മൂല്യമാണ് 6 മുതൽ 7.5 വരെ. ഈർപ്പം സൂക്ഷിച്ചു നിർത്താനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള മണ്ണിനം. ഈർപ്പം സൂക്ഷിച്ചു നിർത്താനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള മണ്ണിനമാണ് കരിമണ്ണ്. കരിമണ്ണ്. ഈർപ്പം സൂക്ഷിച്ചു നിർത്താനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ്? കരിമണ്ണ്. ഇന്ത്യയിലെ മണ്ണിനങ്ങളിൽ ഏറ്റവും വ്യാപകമായി കണ്ടുവരുന്നത് ഏത് പോഷകത്തിൻ്റെ അഭാവമാണ്? ഇന്ത്യയിലെ മണ്ണിനങ്ങളിൽ ഏറ്റവും വ്യാപകമായി കണ്ടുവരുന്നത് ഏത് പോഷകത്തിൻ്റെ അഭാവമാണ്? നൈട്രജൻ്റെ അഭാവം. നൈട്രജൻ. ഇന്ത്യയിലെ മണ്ണിനങ്ങളിൽ ഏറ്റവും വ്യാപകമായിട്ട് കണ്ടുവരുന്നത് ഏത് പോഷകത്തിൻ്റെ അഭാവമാണ്? നൈട്രജൻ്റെ അഭാവമാണ്. ഒന്നുകൂടി. കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണിൻ്റെ pH മൂല്യം എത്രയാണ്? 6 മുതൽ 7.5 വരെ. ഈർപ്പം സൂക്ഷിച്ചു നിർത്താനുള്ള, ജലാംശം സൂക്ഷിച്ചു നിർത്താനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള മണ്ണിനമാണ് കരിമണ്ണ്. ഇന്ത്യയിലെ മണ്ണിനങ്ങളിൽ ഏറ്റവും വ്യാപകമായി കണ്ടുവരുന്നത് ഏത് പോഷകത്തിൻ്റെ അഭാവമാണ്? നൈട്രജൻ. അടുത്തത്, മണ്ണില്ലാതെ ജലത്തിലും ലവണത്തിലും സസ്യങ്ങളെ വളർത്തുന്ന രീതി. മണ്ണില്ലാതെ ജലത്തിലും ലവണത്തിലും സസ്യങ്ങളെ വളർത്തുന്ന രീതി ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സ്. ജലം ഹൈഡ്രോ, അങ്ങനെ ഓർത്തിരിക്കാം. ജലം ഹൈഡ്രോ. മണ്ണില്ലാതെ ജലത്തിലും ലവണത്തിലും സസ്യങ്ങളെ വളർത്തുന്ന രീതി ഹൈഡ്രോപോണിക്സ്. മണ്ണിലെ നൈട്രജൻ ഫിക്സേഷനെ സഹായിക്കുന്ന ബാക്ടീരിയ. മണ്ണിലെ നൈട്രജൻ ഫിക്സേഷനെ സഹായിക്കുന്ന ബാക്ടീരിയ അസറ്റോബാക്ടർ. അസറ്റോബാക്ടർ. മണ്ണിലെ നൈട്രജൻ ഫിക്സേഷനെ സഹായിക്കുന്ന ബാക്ടീരിയ അസറ്റോബാക്ടർ. കേരളത്തിൽ പൂർണ്ണമായും മണ്ണുകൊണ്ട് നിർമ്മിച്ച അണക്കെട്ട്. കേരളത്തിൽ പൂർണ്ണമായും മണ്ണുകൊണ്ട് നിർമ്മിച്ച അണക്കെട്ട് ബാണാസുര സാഗർ അണക്കെട്ട് എവിടെയാണ്? വയനാടാണ്. കേരളത്തിൽ പൂർണ്ണമായും മണ്ണുകൊണ്ട് നിർമ്മിച്ച അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്, വയനാട് ജില്ല. ഒന്നുകൂടി. മണ്ണില്ലാതെ ജലത്തിലും ലവണത്തിലും സസ്യങ്ങളെ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. മണ്ണിലെ നൈട്രജൻ ഫിക്സേഷനെ സഹായിക്കുന്ന ബാക്ടീരിയ അസറ്റോബാക്ടർ. കേരളത്തിൽ പൂർണ്ണമായും മണ്ണുകൊണ്ട് നിർമ്മിച്ച അണക്കെട്ട് ബാണാസുര സാഗർ അണക്കെട്ട്, വയനാട് ജില്ല. മണ്ണില്ലാതെ വായുവിൽ സസ്യം വളർത്തുന്ന രീതി ഏതാണ്? മണ്ണില്ലാതെ വായുവിൽ സസ്യം വളർത്തുന്ന രീതി എയറോപോണിക്സ്. എയറോപോണിക്സ്. വായു, എയർ. നേരത്തെ നമ്മൾ പറഞ്ഞത്
മണ്ണില്ലാതെ ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങളെ വളർത്തുന്ന രീതിയായിരുന്നു ഹൈഡ്രോപോണിക്സ്. ഇവിടെ പറയുന്നു മണ്ണില്ലാതെ വായുവിൽ സസ്യം വളർത്തുന്ന രീതിയാണ് എയറോപോണിക്സ്. മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ ലാറ്ററൈസേഷൻ പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന മണ്ണിനം ഏത്? മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ ലാറ്ററൈസേഷൻ പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന മണ്ണിനം ചെങ്കൽ മണ്ണ്. മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ ലാറ്ററൈസേഷൻ പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ്. മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം ഫെറിക് ഓക്സൈഡ് ഇരുമ്പിന്റെ അംശമാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? ഫെറിക് ഓക്സൈഡ് ആണ്. ഒന്നുകൂടി, മണ്ണില്ലാതെ വായുവിൽ സസ്യം വളർത്തുന്ന രീതി എയറോപോണിക്സ്. മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ ലാറ്ററൈസേഷൻ പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന മണ്ണിനം ചെങ്കൽ മണ്ണ്. മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം ഫെറിക് ഓക്സൈഡ്. അഴുകലിനെ സഹായിക്കുന്നതും മണ്ണിന് മണം നൽകുന്നതിന് കാരണമാവുകയും ചെയ്യുന്ന ബാക്ടീരിയ. ജൈവവസ്തുക്കളുടെ അഴുകലിനെ സഹായിക്കുന്നതും മണ്ണിന് മണം നൽകുന്നതിന് കാരണമാവുകയും ചെയ്യുന്ന ബാക്ടീരിയയാണ് ആക്ടിനോബാക്ടീരിയ. ജൈവവസ്തുക്കളുടെ അഴുകലിന് സഹായിക്കുന്നു, അതുപോലെ തന്നെ മണ്ണിന് മണം നൽകുകയും ചെയ്യുന്ന ബാക്ടീരിയയാണ് ആക്ടിനോബാക്ടീരിയ. കൊറമാൻഡൽ തീരപ്രദേശത്തെ പ്രധാന മണ്ണിനം ഏത്? കോരമാൻഡൽ തീരപ്രദേശത്തെ പ്രധാന മണ്ണിനം എക്കൽ മണ്ണ്. കോരമാൻഡൽ തീരപ്രദേശത്തെ പ്രധാന മണ്ണിനം എക്കൽ മണ്ണ്. കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം രചിച്ചത് ആര്? കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം രചിച്ചത് തോമസ് ഐസക്. കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം രചിച്ചത് തോമസ് ഐസക്. 2023 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം. 2023 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം മണ്ണും ജലവും ജീവന്റെ ഒരു ഉറവിടം. സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ്. ഒന്നുകൂടി, ജൈവവസ്തുക്കളുടെ അഴുകലിനെ സഹായിക്കുന്നതും മണ്ണിന് മണം നൽകുന്നതിന് കാരണമാവുകയും ചെയ്യുന്ന ബാക്ടീരിയ ആക്ടിനോബാക്ടീരിയ. കൊറമാൻഡൽ തീരപ്രദേശത്തെ പ്രധാന മണ്ണിനം എക്കൽ മണ്ണ്. കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം രചിച്ചത് തോമസ് ഐസക്. 2023 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം മണ്ണും ജലവും ജീവന്റെ ഒരു ഉറവിടം. സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ്. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.